പിയാസുനിൽ 8 എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു. 8ലും ആത്മവിശ്വാസത്തോടുകൂടി NDAക്കുള്ള ഫലസാധ്യതയാണ് അധികാരത്തിലെത്തുമെന്നുള്ള സൂചന എക്സിറ്റ് പോൾ നൽകുന്നത്. എക്സിറ്റ് പോളിന്റെ ചരിത്രം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. 2015 6 എക്സിറ്റ് പോളുകളും പരാജയപ്പെട്ടു. 2020 11 എക്സിറ്റ് പോളുകളും ഫലം കൃത്യമായി പ്രവചിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇനി കോൺഗ്രസിനും ഒപ്പം RJDക്കും ആകെ പ്രതീക്ഷ, മഹാഗഠബന്ധനുള്ള പ്രതീക്ഷ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആ ചരിത്രം ആവർത്തിക്കണേ എന്നുള്ളത് മാത്രമായിരിക്കുമോ? തീർച്ചയായും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. 2015 നമുക്കറിയാം, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം നരേന്ദ്രമോദിയെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ബീഹാറിലെ ഫലപ്രഖ്യാപനം വന്നത്. അന്ന് 2015 നിതീഷ് കുമാർ മഹാസഖ്യത്തിനൊപ്പം ചേർന്നായിരുന്നു അന്ന് മത്സരിച്ചത്. അന്ന് എല്ലാ എക്സിറ്റ് പോളുകളും ഒരുപോലെ പ്രവചിച്ചത് NDA സഖ്യത്തിന്റെ വിജയമായിരുന്നുവെങ്കിൽ 2015 ആ എക്സിറ്റ് പോളുകളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം ബീഹാറിൽ വിജയിക്കുന്നതായിരുന്നു. അപ്പോൾ അന്ന് ഈ എക്സിറ്റ് പോളുകളൊക്കെ തെറ്റി പല എക്സിറ്റ് പോളുകൾ നടത്തിയ ഏജൻസികളും മാപ്പ് പറയുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. അതേസമയം ഇത്തവണത്തെ എക്സിറ്റ് പോൾ അതുപോലെ തെറ്റുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം നഗരമേഖലകളിലൊക്കെ തന്നെ BJPക്കും NDAക്കും വലിയ സ്വാധീനമുണ്ട് എന്നത് തെരഞ്ഞെടുപ്പ് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ തന്നെയായിരുന്നു. അതേസമയം ഗ്രാമങ്ങളിൽ വലിയ പിന്തുണ തേജസ്വി യാദവിനും അതുപോലെ തന്നെ മഹാസഖ്യത്തിനും ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. പക്ഷേ വോട്ട് ചോരിയൊന്നും ബീഹാറിൽ വലിയ ചർച്ചയായിരുന്നില്ല. പ്രാദേശിക വിഷയങ്ങളിൽ ഊന്നി തന്നെയായിരുന്നു ബീഹാറിലെ എല്ലാ പ്രചരണ പരിപാടികളും മുന്നോട്ട് പോയത്. അതിനായിരുന്നു തേജസ്വി യാദവ് പ്രധാനമായും മുൻതൂക്കം നൽകി. ഏതായാലും ഇപ്പോൾ വരുന്ന എല്ലാ എക്സിറ്റ് പോളുകളും ഒരുപോലെ NDA സഖ്യത്തിന് മേൽക്കൈ നൽകുകയാണ്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു സർവേ പോലും 130 താഴെ സീറ്റ് NDAക്ക് നൽകുന്നില്ല എന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു മുന്നേറ്റം NDA സഖ്യം നടത്തുന്നു. BJP കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് സീറ്റുകൾ മെച്ചപ്പെടുത്തും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന 121 മണ്ഡലങ്ങളിൽ 32 സീറ്റാണ് കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയതെങ്കിൽ ഇത്തവണ പ്രവചിക്കുന്നത് അത് 33 മുതൽ 35 വരെ സീറ്റാണ് എന്നാണ്. RJDക്കായിരുന്നു കഴിഞ്ഞ തവണ ഒന്നാം ഘട്ടത്തിൽ 42 സീറ്റ് വരെ കിട്ടിയത്. പക്ഷേ RJDക്ക് അവിടെ സീറ്റുകൾ ഇത്തവണ കുറയും എന്നുള്ള സൂചനകൾ കൂടി എക്സിറ്റ് പോൾ സർവേകൾ നൽകുന്നുണ്ട്. അപ്പോൾ RJD ഒരു സീറ്റ് ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു RJD. അങ്ങനെ ആകാനുള്ള സാധ്യത ഇത്തവണ ഇല്ല എന്നതാണ് ഈ എക്സിറ്റ് പോൾ സർവേകളൊക്കെ തന്നെ ഒരുപോലെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തവണ ഒരിക്കൽ കൂടി NDA ബീഹാർ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 20 വർഷം നീണ്ട ഭരണത്തിൽ തൃപ്തരാണ് അവിടുത്തെ ജനങ്ങൾ എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം ഈ വോട്ടർ അധികാർ യാത്ര 25 ജില്ലകളിലെ 100 മണ്ഡലങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അവിടെ ഒരു തരത്തിലും ഏശിയിട്ടില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ ഇതാണ് ശരിയാവുന്നതെങ്കിൽ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ എന്തെങ്കിലും ഒരു ചലനമുണ്ടാക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയുകയില്ല. കാരണം അതൊരു ചർച്ചാ വിഷയമേ ആയിരുന്നില്ല ബീഹാറിൽ. പക്ഷേ തേജസ്വി യാദവ് ഈ വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായതുകൊണ്ട് വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. അതൊരു നഗരമേഖലകളിലൊക്കെ തന്നെ 9ാമത്തെ സർവേ വരുന്നു. 9ാമത്തെ എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് NDA 142 മുതൽ 162 സീറ്റുകൾ വരെ നേടിയേക്കാം. 162 വലിയ ഭൂരിപക്ഷമാണ്. ഇന്ത്യ സഖ്യം മഹാഗഠബന്ധൻ 80 മുതൽ 98 സീറ്റുകളിലേക്ക് ജൻസുരാജ് പാർട്ടി 4 വരെ നേടിയേക്കാം. ആകെ ഒരേ സർവേ മാത്രമാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് കൃത്യമായി പറയുന്നത്. പി മാർക്ക് 1 മുതൽ 4 വരെ എന്നുള്ളത്. ബാക്കിയെല്ലാം 0 മുതൽ പരമാവധി 1 എന്നുള്ളതാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നത്. ബീഹാറിൽ നിതീഷ് രാജ് തുടരും. 20 വർഷമായി നിതീഷ് കുമാർ ഭരിക്കുന്ന ബീഹാറിൽ ഈ അടുത്ത ടേമും നിതീഷ് കുമാറും സംഘവും തുടരുമെന്നുള്ളതാണ് 9 എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. അതും ഒരു തരത്തിലുള്ള ഹങ്ങിനുള്ള സാധ്യതയുമില്ല. ഒരു തരത്തിലും സഖ്യകക്ഷികൾക്ക് അധികാര വിലപേശലിനുള്ള സാധ്യത കൊടുക്കാതെ ക്ലിയർ മെജോറിറ്റി. ബീഹാർ എക്സ്പ്രസ്, നിതീഷ് ബീഹാർ എക്സ്പ്രസ്. ഇപ്പോൾ വരുന്ന 9 എക്സിറ്റ് പോൾ സർവേകളും നിതീഷ് ബീഹാർ എക്സ്പ്രസ് ആണ് ഇപ്പോൾ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിന്റെ ആത്മവിശ്വാസത്തിൽ ഏൽപ്പിക്കുന്ന ക്ഷതം ചെറുതായിരിക്കില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ് SIR അടക്കമുള്ള വിഷയങ്ങൾ, തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ, മഹാദേവപുരയിലെ വോട്ടുകൊള്ള അത് പ്രതിഫലിക്കാതെ പോകുന്നു. ഒടുവിലത്തെ H ഫയൽസ്, ഹരിയാന ഫയൽസ്, ഇതൊന്നും ചർച്ചയാകുന്നതേയില്ല. വോട്ടർമാരിലേക്ക് അവർക്ക് നേരിട്ട് കിട്ടുന്ന സേവനങ്ങൾ മാത്രമാണ്, വാതിൽപ്പടി സേവനങ്ങൾ വോട്ടായി മാറുന്നു ബീഹാറിൽ. ഡയറക്റ്റ് ക്യാഷ് ബെനിഫിറ്റ് സിസ്റ്റം വർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ റേവഡി പൊളിറ്റിക്സ് ഗുണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന പ്രകാരം വീടുകളിലേക്ക് എത്തിയ 10,000 രൂപ വോട്ടായിട്ട് മാറുന്നു എന്നുള്ളത് ഒരു വിധത്തിൽ നമുക്ക് പറയണം. അത് വോട്ടായി വാങ്ങുകയാണ്. അതിന് പകരം മഹാഗഠബന്ധന്റെ പ്രോമിസിൽ പറഞ്ഞത് 30,000 രൂപ അടുത്ത ജനുവരി മാസം 14-ാം തീയതി അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാം എന്നുള്ളതാണ്. പക്ഷേ 10,000 രൂപ അക്കൗണ്ടിലേക്ക് വന്ന സ്ത്രീകൾ ഒന്നടങ്കം മുസ്ലിം യാദവ കുടുംബത്തിൽ നിന്നുള്ളവർ പോലും നിതീഷ് കുമാറിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ചില എക്സ്പേർട്സുകൾ പറയുന്നത്, തിരഞ്ഞെടുപ്പ് വിദഗ്ധർ പറയുന്നത് 15% വോട്ട് നിതീഷ് കുമാറിന് ഗ്യാരണ്ടീഡാണ്.
പക്ഷേ അതേസമയം നിതീഷ് കുമാറിന് 20 വർഷത്തെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു ലയബിലിറ്റി ഉണ്ട്. ആ ലയബിലിറ്റിയെ മറികടന്നിരിക്കുന്നത് റേവഡി പൊളിറ്റിക്സ് വഴിയാണ്, ഫ്രീ ബി പൊളിറ്റിക്സ് വഴിയാണ്. ഇതിപ്പോൾ ഭരണ തുടർച്ചയുടെ കാലമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, അധികാരം അടുത്ത കാലത്ത് നടന്ന മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ആ അധികാര തുടർച്ചയിലേക്ക് പോകുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. അതെങ്ങനെ, അതും ഈ ഫ്രീ ബീസിന്റെ പൊളിറ്റിക്സ്, റേവഡി പൊളിറ്റിക്സ് വളരെ കൃത്യമായി ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കുന്നത്.